ഹുർമൂസിൻ്റെയും മകളാണ് സൗദ റളിയല്ലാഹു അൻഹ. അക്കാലത്ത് നിലനിന്നിരുന്ന വിഗ്രഹാരാധനയും ആരാധനാ രീതികളും മാനസികമായി എതിർക്കുകയും മാറ്റം വരാൻ ആഗ്രഹിക്കുകയും ചെയ്തവരായിരുന്നു മഹദി അവർകൾ. ആദ്യ ഭർത്താവ് പിതൃവ്യപുത്രൻ സഖ്റാൻ എന്നവരായിരുന്നു. ഭർത്താവും സമാന ചിന്താഗതിക്കാരനായതിനാൽ മഹദി അത്യധികം സന്തോഷിച്ചു. സഖ്റാനിന്റെ മരണശേഷം നുബുവത്തിന്റെ 10-ാം വർഷമാണ് മഹദിയും പ്രവാചകരുമായുള്ള വിവാഹം നടന്നത്. നബി തങ്ങളോടൊപ്പം 14 വർഷം താമസിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് ഷവ്വാൽ മാസത്തിൽ മദീനയിൽ വെച്ചാണ് മഹദി അവർകൾ വഫാത്തായത്. ഇസ്ലാമുമായി നബി തങ്ങൾ കടന്നു വന്നപ്പോൾ ആ സത്യമതത്തിൽ ആദ്യകാലത്ത് തന്നെ വിശ്വസിച്ചവരായിരുന്നു സൗദാ ബീവിയും ഭർത്താവ് സഖ്റാനും. ഇരുവരും ഹബുഷയിലേക്ക് ഹിജറ പോയിട്ടുണ്ട്. അത് 2-ാം എത്യോപ്യൻ പലായനമായിരുന്നു. വളരെ ത്യാഗസന്നദ്ധതയുള്ളവരായിരുന്നു മഹദി അവർകൾ. മക്കയിൽ പ്രതികൂല കാലാവസ്ഥയുണ്ടായിട്ടും ഭൗതിക സുഖങ്ങൾക്ക് മുന്നിൽ വിശ്വാസം പണയം വെക്കാൻ അവർ ഒരുക്കമായിരുന്നില്ല. പിന്നീട് മക്കയിലേക്ക് തിരിച്ചു പോന്നു. ആ ഇടയ്ക്കാണ് തൻ്റെ പ്രിയതമനും ഏക അത്താണിയുമായ സഖ്റാൻ എന്നവരുടെ മരണം. മഹദി അതീവ ദുഃഖിതയായി. ഏകദൈവ വിശ്വാസത്തെ എതിർക്കുന്ന തൻ്റെ കുടുംബത്തിലേക്ക് തന്നെ തിരിച്ചു പോകാൻ മഹദി തയ്യാറായില്ല. തൻ്റെ കുഞ്ഞു പൈതൽ അബ്ദുറഹ്മാനിന്റെ സംരക്ഷണം സ്വയം ഏറ്റെടുത്ത് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് മഹദി അവർകൾ ജീവിച്ചു. നുബുവത്തിന്റെ 10-ാം ആണ്ട് മുസ്ലിങ്ങൾക്ക് ദുഃഖം നിറഞ്ഞതായിരുന്നു. നബി തങ്ങളെ സംരക്ഷിച്ചിരുന്ന അബൂ ത്വാലിബിന്റെയും നബിയുടെ ഇഷ്ടഭാജനം ഖദീജ ബീവിയുടെയും വിയോഗമായിരുന്നു അതിന് നിദാനം. അപ്പോൾ നബി തങ്ങൾക്ക് നേരെയുള്ള ശത്രുക്കളുടെ പീഡനങ്ങളും അക്രമങ്ങളും നാൾക്കുനാൾ വർദ്ധിച്ചു വന്നു. നബിയുടെ സന്താന ശുശ്രൂഷയ്ക്കും പരിപാലനത്തിനും ഗാർഹിക വൃത്തികളെ ഏറ്റെടുക്കാനും പക്വമതിയായ സ്ത്രീയെ ആവശ്യമായി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖൗല ബിൻത് ഹക്കീമിന്റെ അഭിപ്രായം സ്വീകരിച്ച് സൗദാ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം അന്വേഷിച്ചു. മഹദി അത് സമ്മതിച്ചു. അങ്ങനെ ഇരുവരുടെയും വിവാഹം നടന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ വിളക്കായി സൗദാ ബീവി റളിയല്ലാഹു അൻഹ ജീവിച്ചു. നബി തങ്ങളുടെ മകളെ തന്റെ കുട്ടികളെ പോലെ അവർ പരിപാലിച്ചു. തന്റെ മകൻ അബ്ദുറഹ്മാന് നൽകിയതിലേറെ ലാളനയും വാത്സല്യവും അഹ്ലു ബൈത്തിലെ സന്തതികൾക്ക് അവർ നൽകി. അങ്ങനെ തന്റെ പ്രാണനാഥനായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹായുടെ വിയോഗത്തിനും ഉമ്മയില്ലാത്ത തന്റെ സന്താനങ്ങളുടെ പരിപാലന സമസ്യക്കും പരിഹാരം കാണാൻ സൗദാ ബീവിക്കായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇംഗിതമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഭാര്യയാവാൻ മഹദിക്ക് സാധിച്ചു. പ്രബോധന പ്രവർത്തനങ്ങളിൽ മുഴുകിയ പ്രവാചകന് കുടുംബഭാരം കൂടി നൽകി മുഷിപ്പിക്കാതിരിക്കാൻ കുടുംബ ചുമതല പൂർണ്ണമായി സൗദാ ബീവി റളിയല്ലാഹു അൻഹ ഏറ്റെടുത്തു. ഭാര്യമാരിൽ പ്രായമേറിയവളാകയാൽ മാനസിക ക്ഷീണം വരാതിരിക്കാൻ തൊലാക്ക് ആവശ്യപ്പെട്ടാൽ നൽകാമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ ഒരിക്കലും അങ്ങനെ വിവാഹമോചനം ചെയ്യരുതേ, അന്ത്യനാളിൽ വിശ്വാസികളുടെ മാതാവായി പുനർജനിക്കാനാണ് എനിക്കിഷ്ടം എന്നായിരുന്നു മഹദി അവർകളുടെ മറുപടി. ഉയർന്ന സ്വഭാവ മഹിമയുള്ളവരായിരുന്നു മഹദി അവർകൾ. ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ കണ്ടതിൽ വെച്ച് തീരെ അസൂയ തൊട്ടു തീണ്ടാത്ത ഒരേയൊരു സ്ത്രീ സൗദാ ബീവി റളിയല്ലാഹു അൻഹ മാത്രമാണ്. തന്റെ പ്രായക്കൂടുതൽ കണക്കിലെടുത്ത് തന്റെ യൂഴം വരുമ്പോൾ നബിക്കിഷ്ടപ്പെട്ട മറ്റൊരു പത്നിക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാക്ക് ആ ദിവസം നൽകുകയും ചെയ്തിരുന്നു. ക്രോഡീകരിക്കപ്പെട്ട ഹദീസുകളിൽ 5 സൗദാ ബീവിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണെന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു തആല മഹദിയോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ ഇഷ്ടതോഴൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമ്മുറുമ്മാൻ എന്ന സൈനബിന്റെയും മകളാണ് ആയിഷ റളിയല്ലാഹു അൻഹ. നുബുവത്തിന്റെ 4-ാം വർഷമാണ് മഹദി അവർകളുടെ ജനനം. നുബുവത്തിന്റെ 10-ാം വർഷം മക്കയിൽ വെച്ച് മഹദിയുടെ വിവാഹം നടന്നുവെങ്കിലും വീടുകൂടിയത് ഹിജ്റ 2-ാം വർഷം ഷവ്വാലിൽ മദീനയിൽ വെച്ചാണ്. ഹിജ്റാബ്ദം 57 റമളാൻ 17 ചൊവ്വാഴ്ച 66 വയസ്സുള്ള ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായി. ജന്നത്തുൽ ബഖീഅയിലാണ് മറവ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തത സഹചാരി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണെന്നതാണ് മഹദിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം ചെയ്ത ഏക കന്യകയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ്. അപാരമായ ഗ്രാഹ്യശക്തിയും ബുദ്ധിശക്തിയും ചെറുപ്പം മുതൽക്കേ ഉണ്ടായിരുന്നു. പ്രവാചക തിരുമേനിക്ക് തൻ്റെ ഭാര്യമാരിൽ ഏറ്റവും ഇഷ്ടം മഹദിയോടായിരുന്നു. അവരിരുവരും ലോകത്തിനു തന്നെ മാതൃകാ ദമ്പതിയാളായിരുന്നു. സൗദാ റളിയല്ലാഹു അൻഹു തൻ്റെ ഊഴം ആയിഷ ബീവിക്കാണ് നൽകിയത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അളവറ്റ സ്നേഹമായിരുന്നു ആയിഷ ബീവിക്ക്. അതു കാരണമാണ് തനിക്കെതിരെ അപവാദം പറഞ്ഞവരോട് പോലും അവർ നബിയുടെ മദ്ഹ് പാടിയവരല്ലേ എന്ന കാരണം പറഞ്ഞ് പുറത്തു കൊടുത്തത്. അന്ന് നേരിട്ട അപവാദത്തിൽ മഹദിയുടെ നിരപരാധിത്വം തെളിയിച്ചത് അല്ലാഹുവായിരുന്നു. അതും ഖുർആനിക വചനങ്ങൾ ആകാശത്ത് നിന്നും അവതരിപ്പിച്ചുകൊണ്ട്.
ആയിഷാ ബീവിയുടെ വിരിപ്പിൽ വെച്ച് ആയിഷാ ബീവി ഉള്ളപ്പോൾ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ വഹി ലഭിച്ചു എന്നത് മഹദി ആയിഷാ ബീവിയുടെ വലിയൊരു പ്രത്യേകതയാണ്. നബി തങ്ങളുടെ വഫാത്ത് കണക്ക് പ്രകാരം ആയിഷാ ബീവി റളിയല്ലാഹു അൻഹായുടെ ദിവസമായിരുന്നു അന്ന്. മഹദിയുടെ വീട്ടിൽ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറവ് ചെയ്തതും. 9-ാം വയസ്സിൽ വിവാഹിതയായ മഹദിക്ക് നബി തങ്ങൾ വഫാത്താകുമ്പോൾ പ്രായം 18. ഇക്കാലയളവിൽ ഭർത്താവിൽ നിന്നും സ്വായത്തമാക്കിയ അറിവ് സ്വജീവിതത്തിൽ പകർത്തുകയും പിൽക്കാലത്തെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു മഹദി അവർകൾ. ഇസ്ലാമിക അധ്യാപനങ്ങളുടെ പ്രധാന പങ്കും പിൽക്കാല സമൂഹം പഠിച്ചത് ആയിഷാ ബീവി റളിയല്ലാഹു അൻഹായുടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയുമായി സഞ്ചരിക്കുമ്പോൾ മത്സരിക്കുകയും ആദ്യ തവണ ആയിഷാ ബീവിയും പിന്നീടൊരിക്കൽ നടന്ന മത്സരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വിജയിക്കുകയും ചെയ്തു. ഒരിക്കൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശുദ്ധജലത്തിൽ നോക്കി താടിയും മുടിയും ശരിയാക്കുന്നത് കണ്ടപ്പോൾ ആയിഷാ ബീവി ചോദിച്ചു, ഈ പ്രായത്തിലാണോ സൗന്ദര്യ ശ്രദ്ധ? ആ സമയം നബി തങ്ങളുടെ മറുപടി ഇങ്ങനെയായിരുന്നു: ഒരു പുരുഷൻ അവന്റെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് പുറപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി അവൻ തയ്യാറാവട്ടെ. നിശ്ചയം അള്ളാഹു സുന്ദരനാണ്, സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നവനാണ്. എന്നിങ്ങനെ ധാരാളം അധ്യാപനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയത് ആയിഷാ ബീവി റളിയല്ലാഹു അൻഹായിലൂടെയാണ്. അന്വേഷണത്വര മഹദിയുടെ പ്രത്യേകതയായിരുന്നു. എന്ത് കാര്യവും ചോദിച്ച് മനസ്സിലാക്കിയെടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കിയവരാണ് ബീവി ആയിഷാ റളിയല്ലാഹു അൻഹ. ഇമാം സുഹരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, തിരുനബി പത്നിമാരുടെയും ലോകത്തെ മുഴുവൻ സ്ത്രീകളുടെയും വിജ്ഞാനം ഒരു തട്ടിലും ആയിഷാ റളിയല്ലാഹു അൻഹായുടേത് മറ്റേ തട്ടിലും വെച്ചാൽ ആയിഷാ ബീവിയുടെ വിജ്ഞാനമാണ് ശ്രേഷ്ഠം. 2210 ഹദീസുകൾ മഹദിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 174 ബുഖാരി മുസ്ലിം ഒരുമിച്ചും 54 ബുഖാരി ഇമാമും 68 മുസ്ലിം ഇമാമും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വലിയ ഉദാരമതിയായിരുന്നു മഹദി. ഉർവ റളിയല്ലാഹു അൻഹു പറയുന്നു, സമ്പത്തിൽ നിന്നും ഒന്നും സൂക്ഷിച്ചു വെക്കുന്ന പതിവ് ആയിഷാ ബീവിക്കുണ്ടായിരുന്നില്ല. എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കും. ആയിഷാ ബീവിയുടെ 18,000 ദീനാർ കടം മുആവിയ റളിയല്ലാഹു അൻഹു വീട്ടി. ഇത് മുഴുവനും പാവങ്ങൾക്ക് അവർ നൽകിയതായിരുന്നു. മഹദിയോടൊപ്പം അള്ളാഹു നാമേവരെയും സുവലോക സ്വർഗത്തിൽ ഒരുമിച്ചു ചേർക്കട്ടെ, ആമീൻ. ഹഫ്സ റളിയല്ലാഹു അൻഹ ഇസ്ലാമിലെ 2-ാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും സൈനബ് ബിൻത് മൽഊൻ റളിയല്ലാഹു അൻഹായുടെയും മകളായി. നുബുവത്തിന്റെ 5 വർഷങ്ങൾ മുമ്പ് ഖുറൈശികൾ കഅബ പുതുക്കി പണിയുന്ന സമയത്താണ് മഹദി അവർകളുടെ ജനനം. ഖുനൈസ് ബിൻ ഹുദാഫ റളിയല്ലാഹു അൻഹുമായായിരുന്നു ആദ്യ വിവാഹം നടന്നത്. അദ്ദേഹം ഉഹദ് യുദ്ധത്തിൽ ഷഹീദായി. ഇരുവരും ഹബുഷയിലേക്ക് പലായനം ചെയ്തിട്ടുണ്ട്. ഹിജ്റ 3-ാം വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായുള്ള വിവാഹം നടന്നു. ഹിജ്റ 45-ൽ ശഅബാൻ മാസത്തിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് 60-ാം വയസ്സിലാണ് മഹദിയുടെ വഫാത്ത്. ജന്നത്തുൽ ബഖീയിലാണ് മഹദിയുടെ മഖ്ബറ സ്ഥിതി ചെയ്യുന്നത്. നബി പത്നിമാരിൽ ആയിഷാ ബീവിയുടെ തൊട്ടടുത്ത സ്ഥാനമാണ് ഹഫ്സാ ബീവിക്ക്. ധൈര്യവും നീതിബോധമുള്ളവളായിരുന്നു അവർ. മഹദിക്ക് 11 വയസ്സ് പ്രായമായപ്പോഴാണ് തൻ്റെ പിതാവ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ഒരിക്കൽ ഹഫ്സാ ബീവിയുടെ ദിവസത്തിൽ മഹദി പുറത്തു പോയപ്പോൾ അവിടെ കയറി വന്ന മാരിയത്തുൽ കിബിത്തിയ എന്ന അടിമ സ്ത്രീയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസർഗത്തിലേർപ്പെട്ടു. ഹഫ്സാ ബീവി തിരിച്ചു വന്നപ്പോൾ നബിയുടെ കൂടെ മാരിയത്തുൽ കിബിത്തിയയെ കണ്ടു. അവർ ദേഷ്യത്തോടെ ചോദിച്ചു, നബിയെ, എൻ്റെ വീട്ടിൽ വെച്ച് എൻ്റെ വിരിപ്പിൽ ഇത് വേണ്ടായിരുന്നു. അവർ വിതുമ്പി കരയാൻ തുടങ്ങി. ഹഫ്സയെ സമാധാനിപ്പിക്കാൻ നബി തങ്ങൾ ചോദിച്ചു, ഇനി മുതൽ ഞാൻ മാരിയയുമായി ബന്ധപ്പെടുകയില്ലെന്ന് ശപഥം ചെയ്താൽ നീ സന്തോഷിക്കുമോ ഹഫ്സ? അതെ എന്ന് ഹഫ്സാ ബീവി സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ നീ ഇത് രഹസ്യമായി വെക്കണം എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. മഹദിക്കതിന് കഴിഞ്ഞില്ല. ആയിഷാ ബീവിയോട് കാര്യം പറഞ്ഞു. ഇരുവരെയും ആക്ഷേപിച്ച് ഖുർആൻ അവതരിച്ചു. സൂറത്തു തഹ്രീമിലെ ആദ്യ സൂക്തങ്ങൾ അതായിരുന്നു. ഹഫ്സാ ബീവിയുമായി ബന്ധപ്പെട്ട ഈ സംഭവം കുടുംബജീവിതത്തിലെ മര്യാദയുടെയും അച്ചടക്കത്തിന്റെയും പാഠം വിശ്വാസി സമൂഹത്തിന് നൽകി. ഭാര്യ ഭർത്താക്കന്മാരുടെ പെരുമാറ്റവും സമീപനവും സൂക്ഷ്മവും സ്വകാര്യവുമാകണമെന്ന് ഈ സംഭവം പഠിപ്പിച്ചു. ഖുർആനിന്റെ സൂക്ഷിപ്പുകാരിയായിരുന്നു മഹദി അവർകൾ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ക്രോഡീകരിക്കപ്പെട്ട മുസ്ഹഫ് പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലശേഷം ഹഫ്സാ ബീവിയുമാണ് സൂക്ഷിച്ചത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മഹദിയിൽ നിന്ന് പകർത്തി എഴുതാൻ മുസ്ഹഫ് വാങ്ങുകയും പകർപ്പ് തയ്യാറാക്കി മുസ്ലിം പ്രദേശങ്ങളിലേക്ക് അയച്ചു കൊടുത്ത ശേഷം മഹദിയെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു. മരണം വരെ മഹദി അത് സൂക്ഷിച്ചു വെച്ചു.